അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ മൂന്നാൾ ഞങ്ങളെ ഒരു ലൈഫിലെ ഒരു സ്വപ്നമാണ് ഇന്ത്യൻ്റെ എല്ലാ ഭാഗങ്ങളും കാണണമെന്നും അത് മാക്സിമം ചിലവ് കുറച്ചാവണം എന്ന് ഞങ്ങളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു 10-25 ദിവസം നോമ്പ് കഴിഞ്ഞ് അതോടുകൂടി തന്നെ നമ്മളെ ഇലക്ഷൻ വന്ന് അതിൻ്റെ ആ തിരക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മളെ പ്രിയപ്പെട്ട സഭാക്കൾക്ക് വേണ്ടി നമ്മൾ കഴിയുന്നതൊക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരാൻ ഒരു 10-25 ദിവസമുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള ഇന്ത്യ എക്സ്പ്ലോർ ഇന്ത്യ ഞങ്ങൾ പരിചയപ്പെടാൻ ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ എത്തണം. അത് എന്താണ് ഞങ്ങളൊരു മുദ്രാവാക്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോ ഗ്രീൻ, അതായത് ഇന്ത്യൻ്റെ പ്രകൃതിക്ക് ഇണങ്ങി ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന EV വെഹിക്കിളാണ്. അപ്പോൾ ഈ EV വെഹിക്കിൾ ഒരു മലിനം ഇല്ലാതെ നല്ല രീതിയിൽ നമ്മളെ നാടിനെ നമ്മളെ ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഞങ്ങളെ ഓരോ ഭാഗങ്ങളും ഞങ്ങളെ പേജുണ്ട്, ഇൻസ്റ്റഗ്രാം പേജുണ്ട്, അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട്. അഭയം ബ്ലോഗ് എന്നാണ് എൻ്റെ യൂട്യൂബ് പേജ്. ഫേസ്ബുക്ക് ഇസ്മായിൽ TP, ഇൻസ്റ്റഗ്രാമും ഇസ്മായിൽ TP. ഇതിലൊക്കെ ഞങ്ങൾ ലൈവായിട്ടും മറ്റൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ. അതായത് ഞങ്ങൾ വലിയ വ്ളോഗർമാരൊന്നുമല്ല, ഞങ്ങൾ നല്ല ഞങ്ങളൊക്കെയാണ് ചെറിയ രീതിയിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു യാത്രയാണ് ഞങ്ങൾ ആഗ്രഹം. ഭക്ഷണമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് വളരെ ചിലവ് കുറച്ചിട്ട്, അപ്പോൾ ഇതിൻ്റെ ചിലവും കുറച്ചത് എങ്ങനെ കൊണ്ടുപോകാമെന്നൊക്കെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം. ഏതായാലും ഞങ്ങൾ 3 പേരാണ് യാത്ര. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പറഞ്ഞ പോലെ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ ഒരു മാസമായിട്ട് ഈ ഇലക്ഷൻ്റെ ചൂടും ഇലക്ഷൻ്റെ തിരക്കും കാരണം എല്ലാവരും ഭയങ്കര ക്ഷീണിതരാണ്. അതായത് ഇപ്പോൾ നമ്മളെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ ഇലക്ഷൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ നമ്മൾ 3.0 ഭരണം, തുടർ ഭരണം, അത് ആഗ്രഹിച്ചുകൊണ്ട് കഠിനമായ പ്രയത്നങ്ങളായിരുന്നു നമ്മൾ ഈ ഇലക്ഷനിൽ കാഴ്ചവെച്ചത്. അപ്പോൾ ഈ ഇലക്ഷൻ്റെ ഈ തിരക്കും ഈ ക്ഷീണം ഒക്കെ കഴിഞ്ഞ് ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു യാത്ര ആലോചിച്ചപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ആലോചിച്ചതാണ് ഇങ്ങനെ പോയാലോ എന്നല്ല. അങ്ങനെയാണ് ഈ യാത്രയിലേക്ക് ഞങ്ങൾ എത്തുന്നത്. അങ്ങനെ ഈ ഒരു പോക്കിനെ കുറിച്ച് ഇപ്പോൾ നേരത്തെ ഇസ്മായിൽ പറഞ്ഞതുപോലുള്ള ആ ഒരു ഉദ്ദേശം തന്നെയാണ്. അങ്ങനെ പോയി അടുത്ത ഈ ഇലക്ഷൻ്റെ റിസൾട്ട് അറിയുന്ന ഒരു മാസം കഴിഞ്ഞ് അടുത്ത 4-ാം തീയതി റിസൾട്ട് അറിയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് എത്താനുള്ള ഒരു ഉദ്ദേശം, അന്നത്തേക്ക് എത്തണം എന്നുള്ള അതാണ് ഞങ്ങൾ ആഗ്രഹം. അന്ന് കൊണ്ടാട്ടവും കൂടെ ആടി തിമിർത്ത് ഒരു ആഘോഷമായിട്ട് തീർക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ട്. അത് തന്നെയാണ് കാര്യമായൊരു ഇത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഞങ്ങൾ യാത്ര പോവുകയാണ്, ഇറങ്ങാൻ നിൽക്കുകയാണ്. ഓക്കെ.